നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. നമ്മളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അധികം ആളുകൾക്ക് അറിയുക. അപ്പോൾ ഗൂഗിൾ പേക്കകത്ത് പലർക്കും അറിയാത്തൊരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സാണ്. ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പേയ്മെൻറ്റ് എടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ഫിലിമിന് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം 5, 10, 15 പേരുണ്ട്. അവരൊരുമിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ക്യാഷ് കൊടുത്ത് പിന്നെ ആ പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു സൗകര്യം ഗൂഗിൾ പേക്കകത്തുണ്ട്. അധികം ആൾക്ക് അറിയില്ല. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമോ ആരെങ്കിലുമൊക്കെ. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓരോ വ്യക്തിക്കും പ്രത്യേകം ഗൂഗിൾ പേക്കകത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കിട്ടുന്ന ആകെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടും എല്ലാവരും അറിഞ്ഞു വെക്കേണ്ട ഒരു സെറ്റിങ്സാണ് ഗൂഗിൾ പേക്കകത്ത്. എവിടേക്കെങ്കിലും ടൂർ പോയാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഫിലിമിന് പോയ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും. ഈ വ്യക്തിയുടെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഇതാ സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ വ്യക്തികളെയും, അതായത് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഒരാളെ ഇപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വ്യക്തി ആരാണെങ്കിൽ അയാളെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിയോടെ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ 2 വ്യക്തിയെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വ്യക്തി വേണമെങ്കിലും ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അവിടെ ആഡ് 2 പീപ്പിൾ എന്ന് കാണും. നിങ്ങൾ എത്രയാണോ സെലക്ട് ചെയ്തെങ്കിൽ ആ വ്യക്തിയുടെ എണ്ണം കാണിക്കും. ഞാനിവിടെ 2 ആളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാനടക്കം 3 വ്യക്തികൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഗ്രൂപ്പിന് ഇവിടെ നമ്മൾ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പിന് ഇവിടെ മുകളിൽ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫുഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോയതാണെങ്കിൽ ഫുഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ഫുഡാണെന്ന് വേണമെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. ഗ്രൂപ്പ് ക്രിയേറ്റ് ആയതിനു ശേഷം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതാ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഈ സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഏകദേശം ഒരു 2000 രൂപയാണ് അല്ലെങ്കിൽ 2500 രൂപയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ, അത് ഒരു വ്യക്തിയാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഇനി അത് ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 2500 എന്ന് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികൾക്ക് എത്രയാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ വ്യക്തിക്കും 833.33 എന്ന് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. താഴെ കാണുന്ന ഭാഗത്ത് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഇവിടെ മുകളിൽ തന്നെ ഓരോ ഐക്കണുകൾ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഒരാൾ 2 ആൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ആക്കി എടുക്കാൻ സാധിക്കും അയാൾക്ക്. ഇനി ആരെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തുള്ള ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒഴിവാക്കാനും അയാളുടെ ക്യാഷ് മുകളിലുള്ള ആൾ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 എന്ന് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ശേഷം സെൻഡ് റിക്വസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് എത്രയാണ് എമൗണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് നേരെ അവർ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അവർ ക്യാഷ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കങ്ങ് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് കൊടുത്ത് സെൻഡ് കൊടുത്താൽ നേരെ ഇതേ ക്യാഷ് തന്നെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വരികയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. അധികം ആളുകൾക്ക് അറിയാത്ത ഒരു ഫീച്ചറാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി ഗ്രൂപ്പ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഫുഡ് എന്ന് നമ്മൾ ഗ്രൂപ്പിന് ടൈപ്പ് ചെയ്ത ആ പേരുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തി ഒഴിവാക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓരോ വ്യക്തികളെയും നമ്മൾ ഇതുപോലെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലീവ് ഗ്രൂപ്പ് എന്ന് കാണും മുകളിൽ. നമ്മൾ ആരാണോ ക്രിയേറ്റ് ചെയ്ത് അയാൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആ ഗ്രൂപ്പ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.